ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗൂഗിളിന് രണ്ടെണ്ണം കൂടി വെക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇത് തന്നെ കൂടുതൽ. എന്താ ഗൂഗിൾ ഇത്? കുറച്ചുകൂടി കഴിക്ക്. ഉച്ചക്കിന് ഏത് സമയത്ത് കഴിക്കാനാ? സ്കൂളിലെ പരിപാടിയൊക്കെ കഴിയുമ്പോ ഒരു നേരം ആവും. അവള് പറഞ്ഞത് കേട്ടില്ലേ മോനെ, രണ്ടെണ്ണം കൂടി കഴിക്കേ. മതിയമ്മേ. ഇപ്പൊ തന്നെ അമ്മ അച്ഛനെ 4-5 ഇടിയപ്പം നിർബന്ധിച്ച് കഴിപ്പിച്ചു. പക്ഷേ അമ്മ എന്നോട് ഒരെണ്ണം പോലും വേണോന്ന് ചോദിച്ചില്ല. അയ്യോ, അമ്പടി ഭയങ്കരി. അവളുടെ ഒരു കുശുമ്പ് കണ്ടില്ലേ? ആട്ടെ, ഇന്ന് സ്കൂളിൽ എന്താ ഫംഗ്ഷൻ? ഫാദേഴ്സ് ഡേ. എല്ലാ കുട്ടികളുടെയും അച്ഛന്മാരുന്ന് സ്കൂളിൽ വരും. എന്താ ഈ ഫാദേഴ്സ് ഡേ? കുടുംബത്തിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും മാത്രം ജീവിക്കുന്ന അച്ഛന്റെ സ്നേഹവും ത്യാഗവും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എവിടെ മനസ്സിലാവാനാ? കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ദിവസമായത്. കൊള്ളാം. എന്തായാലും സ്കൂളിലെങ്കിലും അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു പേടിയില്ല. പല കുട്ടികളും ഇപ്പോ അച്ഛന്മാരോട് ചോദിക്കുന്ന എങ്ങനെയാ, ഹായ് ബ്രോ, ക്യാൻ ഗിവ് മീ സം മണി എന്നൊക്കെ. അപ്പൊ തനിക്ക് ഇങ്ങനെയൊക്കെ കളിയാക്കാൻ അറിയല്ലേ? താൻ പണ്ട് മിമിക്രി പഠിച്ചിട്ടുണ്ടോ? അച്ഛന്മാരെന്തിനാ പേടിക്കുന്നേ? അച്ഛനും മക്കളും തമ്മിൽ സ്നേഹിക്കല്ലേ വേണ്ടേ? എനിക്കെന്റെ അച്ഛനെ പേടിയില്ലല്ലോ. അമ്പടി, നീയാള് കൊള്ളാലോ. മോള് പറഞ്ഞത് കറക്റ്റ് അല്ലേ? മക്കളാരും അച്ഛനമ്മമാരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനമ്മമാരെ വെട്ടിക്കൊല്ലുന്ന മക്കളെ കുറിച്ചാ ഇപ്പൊ വാർത്തയിലൊക്കെ കാണുന്നത്. ഒരുപാട് കേസുകൾ ഇപ്പൊ വരുന്നുണ്ട്. കൂടുതലും ഈ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആയ കുട്ടികളാ. അല്ല, എന്തൊക്കെയാ ഫാദേഴ്സ് ഡേക്കുള്ള ആഘോഷങ്ങൾ? ഞങ്ങളുടെ സ്കൂളിൽ ഒരുപാട് പരിപാടികളുണ്ട്. അച്ഛന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കും, അച്ഛന്മാരെ കുറിച്ച് പ്രസംഗിക്കും, പിന്നെ മക്കളെ കൊണ്ട് അച്ഛന്മാരെ കണ്ടുപിടിപ്പിക്കുകയും ചെയ്യും. ആഹാ, അത് കൊള്ളാലോ. എന്തായാലും ഗൂഗിളിലെ ഇന്നത്തെ ദിവസം മുഴുവൻ സ്കൂളിൽ ചെലവാക്കേണ്ടി വരും. അതിനെന്താ, വർഷത്തില് മുഴുവൻ ദിവസവും കോടതിയും കേസും ഒക്കെ നടക്കല്ലേ. ഇതിപ്പോ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ. താനും കൂടെ വേഗം കഴിച്ച് റെഡിയാവാൻ നോക്ക്. നമുക്കിന്നത്തെ ഫാദേഴ്സ് ഡേ ആഘോഷാക്കികളെ. അയ്യോ, ഞാനില്ല. അച്ഛനും മോളും കൂടി അങ്ങ് പോയാ മതി. എനിക്കിവിടെ കുറെ ജോലി ബാക്കിയുണ്ട്. അമ്മയും കൂടി വാ അമ്മേ, ഇല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കായി പോവില്ലേ? അത് സാരില്ല മോളെ. ഒന്നാമതേ ഞാൻ ഇന്ന് സ്കൂളിൽ വരാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പിന്നെ ഞാനിന്ന് നമ്മുടെ മുറിയൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടോ, അതൊക്കെ അമ്മയും ശിശിരയും കൂടി ചെയ്തോളൂ. മോൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തതല്ലേ, താനും കൂടെ വാ. മോക്കാണോ അച്ഛനാണോ ഇപ്പൊ ഞാൻ വരണം നിർബന്ധം?